ഇന്ത്യയിലെ ദൈനംദിന പണമിടപാടുകൾക്കായിട്ട് UPI ആപ്പുകളെ ആശ്രയിക്കുന്നവരാണ് ഇപ്പോഴത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും. ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി ദിവസം പലതവണ പണം കൈമാറുന്നവർക്കും ബാലൻസ് പരിശോധിക്കുന്നവർക്കുമാണ് പ്രധാനമായിട്ടും ഈ ഒരു മാറ്റം ബാധകമാകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഉപഭോക്താക്കളുടെ സുരക്ഷ, സേവനത്തിൻ്റെ വേഗത, വിശ്വാസ്യത എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ നിയമങ്ങൾ പ്രകാരം ഒരു ഉപഭോക്താവ് 24 മണിക്കൂറിൽ പരമാവധി 50 തവണ മാത്രമേ ബാലൻസ് പരിശോധന നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് മുകളിലായിട്ട് നടത്തുന്ന റിക്വസ്റ്റുകൾ അനുവദിക്കപ്പെടില്ല. അതുപോലെ തന്നെ ഓരോ ദിവസവും 25 തവണ മാത്രമേ UPI വഴി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ വിശദാംശങ്ങൾ റിഫ്രഷ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. പല ഉപഭോക്താക്കളും ഒരേ പണം അയച്ചു കിട്ടിയോ എന്നത് ഉറപ്പാക്കാനായിട്ട് വീണ്ടും സ്റ്റാറ്റസ് പരിശോധിക്കുന്നതും ഒരേ ലിങ്കിങ് വിവരങ്ങളൊക്കെ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതുമാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണം. അതേസമയം ഈ മാറ്റങ്ങൾ പണം അയക്കൽ, സ്വീകരിക്കൽ, സ്കാൻ ആൻഡ് പേ, അതോടൊപ്പം തന്നെ ഓട്ടോ ഡെബിറ്റ് തുടങ്ങിയ പ്രധാന ഇടപാടുകളെ ബാധിക്കില്ല. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മാനിച്ചുള്ള സേവനങ്ങൾ പൂർണ്ണമായിട്ടും ലഭ്യമാകുന്നുണ്ട്. Please subscribe our channel.